KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് തുടർന്നേക്കും. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സണ്ണി ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കില്ല. ഹൈക്കമാൻഡുമായി സണ്ണി ജോസഫ് ചർച്ച നടത്തി. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി AICC സ്ക്രീനിംഗ് കമ്മിറ്റി. സിറ്റിംഗ്, സംവരണ മണ്ഡലങ്ങൾ, ഒറ്റപ്പേരിലേക്ക് എത്തിയ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകും. സംവരണ സീറ്റുകളിൽ ധാരണയിലെത്താൻ കൊടിക്കുന്നിൽ സുരേഷ് MP-യുമായി സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്, വിനീത VG ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായുണ്ട്. വിനീത, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് വേണ്ടി ഡൽഹിയിലെത്തിയിരുന്നു. അദ്ദേഹം ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തിയില്ലേ? സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ിലെത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അദ്ദേഹം ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി. അതിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പായതോടുകൂടി ഒരുപക്ഷെ ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി പകരം ചുമതല ബെന്നി ബെഹനാന് നൽകിയേക്കുമെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ താൻ തന്നെ തുടരുമെന്ന കാര്യം അങ്ങനൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കൂടിയാണ് എങ്കിൽ ഈ അധ്യക്ഷ സ്ഥാനം തനിക്കൊരു അധിക ചുമതലയാവില്ല എന്ന തരത്തിലാണ് അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഹൈക്കമാൻഡുമായൊക്കെ നമ്മൾ ചില നേതാക്കളുമൊക്കെയായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ മാറ്റിയേക്കില്ല എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും നമുക്ക് നേരത്തെ തന്നെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഈ ചുമതലയുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP-യുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നേരത്തെ തന്നെ അദ്ദേഹം ചില MP-മാരുമൊക്കെയായി കേരളത്തിലുമൊക്കെയായി നിന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സംവരണ സീറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായം ഈ കൊടിക്കുന്നിൽ സുരേഷുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിൽ നിന്ന് തേടിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് ഇക്കാര്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 16 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ സംവരണ മണ്ഡലങ്ങളിലുള്ളത്. ആ മണ്ഡലങ്ങളെല്ലാം ഒരേപോലെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഈ സംവരണ മണ്ഡലങ്ങളിൽ കൃത്യമായൊരു ഹോംവർക്ക് കോൺഗ്രസിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ പരിഹാരം, അതായത് ആ പ്രശ്നം ഇത്തവണ പരിഹരിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിലും അത്തരം കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കും. അതുകൊണ്ട് തന്നെ ഈ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഈ സംവരണ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു ആവശ്യവും അദ്ദേഹം ഇന്ന് ഈ മധുസൂദൻ മിസ്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കും. അത് ഈ എല്ലാ ജാതി സമവാക്യങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ തരത്തിലുള്ള ഒരു ഹോംവർക്ക് ചെയ്തതിനു ശേഷം വിജയ സാധ്യതയുള്ള 16 സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഈ 16 സംവരണ മണ്ഡലങ്ങളിലായി നിശ്ചയിക്കുക. ഒപ്പം തന്നെ ഇതിനോടകം 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ആദ്യഘട്ട പട്ടികയിൽ ഒരുപക്ഷെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ മുരളീധരൻ മത്സരിക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ ആദ്യഘട്ടത്തിൽ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം നടക്കുന്നത്. കോൺഗ്രസ് ആലോചിക്കുന്നത് 50 സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക പുറത്തിറക്കാനാണ്, അല്ലെങ്കിൽ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ്. എന്തൊക്കെയായിരിക്കും കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പരിഗണിക്കുക എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. അലക്സ് റാം മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരം. അലക്സ്, 2 കാര്യങ്ങളാണ്. ഒന്ന്, പേരാവൂരിൽ മത്സരിക്കാൻ സണ്ണി ജോസഫ് ഒരുങ്ങുന്ന സാഹചര്യത്തിൽ അദ്ദേഹം KPCC അധ്യക്ഷനായി തുടരുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. അതിലിപ്പോഴൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. ഏതായാലും അദ്ദേഹം തൽക്കാലം KPCC അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം മാറുന്നില്ല, അദ്ദേഹത്തെ മാറ്റുന്നില്ല എന്ന തീരുമാനമുണ്ടായിരിക്കുന്നു. മറ്റൊന്ന്, ഈ ഏതൊക്കെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയായിരിക്കും കോൺഗ്രസ് ഈ കാര്യങ്ങളിൽ മാനദണ്ഡമായി നിശ്ചയിക്കുക എന്നതാണ്. എന്തൊക്കെയാണ് തലസ്ഥാനത്ത് കിട്ടുന്ന വിവരങ്ങൾ, അലക്സ്? GK 4ാം തവണയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ജനവിധി തേടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പേരാവൂരിൽ മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അദ്ദേഹം പേരാവൂരിൽ ജനവിധി തേടുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായും കഴിഞ്ഞു. അങ്ങനെ സണ്ണി ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ പകരം KPCC അധ്യക്ഷൻ ആര് എന്നുള്ള കാര്യത്തിലായിരുന്നു നേരത്തെയൊക്കെ ചർച്ച നടന്നിരുന്നത്. ബെന്നി ബെഹനാന്റെ പേര് സജീവമായി പരിഗണിച്ചിരുന്നു. ബെന്നി ബെഹനാന് KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല നൽകുന്ന കാര്യമാണ് നേരത്തെ ആലോചിച്ചിരുന്നത്. പക്ഷേ ഈ 2 ദിവസമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡൽഹിയിലുണ്ട്. ഹൈക്കമാൻഡിൽ നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് സണ്ണി ജോസഫ് തുടരട്ടെ എന്ന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് തനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനവും ഏകോപിപ്പിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് വിവരം. പകരം UDF വിജയിച്ച് UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ തത്തുല്യ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ ഈ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ മതിയല്ലോ എന്ന ഫോർമുല, എന്ന ധാരണ ഉടലെടുത്തതായാണ് ലഭിക്കുന്ന സൂചന. നേരത്തെ രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരുന്ന ഘട്ടത്തിലും സമാന
സമാനമായ ധാരണ ഉടലെടുത്തിരുന്നു. അങ്ങനെ മതി എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഹൈക്കമാൻഡിനുള്ളിൽ ഉടലെടുത്ത ധാരണ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ആ സ്ഥാനത്ത് തുടരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം GK ചോദിച്ചതുപോലെ പ്രധാനപ്പെട്ട സീറ്റുകൾ, അതായത് നേരത്തെ തീരുമാനിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്രയ്ക്ക് മുമ്പ് കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനായിരുന്നു. പക്ഷേ ചർച്ചകൾ വഴിമുട്ടി. കൃത്യമായി സീറ്റുകൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനായില്ല. ആ ചർച്ചകൾ നീണ്ടുപോയി. ആ പുതുയുഗ യാത്ര പകുതി എത്തുമ്പോഴും അത്തരത്തിൽ ഈ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കാനായില്ല. ആദ്യം 20 പറഞ്ഞിരുന്നു, 22 പറയുന്നു. പക്ഷേ ഈ മാസം അവസാനത്തോടു കൂടിയായിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുകയെന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് സിറ്റിംഗ് MLA മാർ, അതായത് തൃപ്പുണിത്തുറയും പാലക്കാടും ഒഴികെയുള്ള 20 നിയമസഭാ മണ്ഡലങ്ങളിലെ സിറ്റിംഗ് MLA മാരും മത്സരിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.